السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ക്ലാസ്സുകളിൽ മുടങ്ങാതെ വന്നിരുന്ന പല ഉപ്പമാരും ഉമ്മമാരും മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ വന്നിരുന്ന പല സഹോദരിമാരും രോഗത്തിലായി, സഹോദരങ്ങളൊക്കെ രോഗത്തിലായി വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചേവേലിയ മാഹിൻ്റെ ഉമ്മ വളരെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു നാവ് കൊണ്ടുള്ള വിപത്തുകളിൽ അടുത്തതായി നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് കള്ളം പറയുക, അതേപോലെ കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിൽക്കുക, വിൽപ്പന നടത്തുക എന്ന ആ ഒരു വിഷയത്തിലാണ്. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റായിട്ടാണ് മഹാൻ പറയുന്നത്. ഇത് രണ്ടും ഒരു അധ്യായത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു ഔസത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. മഹാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഒരു ദിവസം പൂർത്തിയായ അന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുന്നതിന് വേണ്ടി, പ്രസംഗിക്കുന്നതിന് വേണ്ടി പ്രസംഗപീഠത്തിലേക്ക് കയറി. എന്നിട്ട് മഹാനവർകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയായി എന്ന് പറഞ്ഞ് സുമ്മ ബക്ക, മഹാനവറുകൾ കരഞ്ഞുപോയി. നബി തങ്ങൾ ഓർക്കുമ്പോൾ നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണം നബി തങ്ങൾ ഓർക്കുമ്പോഴൊക്കെ കരച്ചിൽ വന്നിരുന്ന ഒരു സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നബി തങ്ങൾ നിന്ന ആ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവരോട് പറയാണ്, നബി തങ്ങൾ നിന്ന ഇതേ സ്ഥലത്ത് നിൽക്കാൻ ഞാൻ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു. ഇത് പറഞ്ഞ് കുറച്ചു നേരം അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് പറയാണ്, വഖാല ഇയ്യാകും വൽ കദിബ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ കളവ് പറയുന്നതിനെ വളരെയേറെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു മഅൽ ഫുജ്ജാരി വഹുമാ ഫിന്നാർ, ദുർനടപ്പുകാരോടൊപ്പമായിരിക്കും ഈ കളവ് പറയുന്ന ആൾ ഉണ്ടാവുക. അവർ രണ്ടുപേരും, ദുർനടപ്പുകാരനും കള്ളം പറയുന്ന ആളുകളും നരകത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ജനങ്ങളെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കള്ളം പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ കരഞ്ഞുകൊണ്ട് സ്വഹാബികളെ ഓർമ്മപ്പെടുത്തുകയാണ്. സിദ്ദീഖ് തങ്ങൾക്ക് ഇത് ആധികാരികമായിട്ട് തന്നെ പറയാം. മഹാനവരുടെ പേര് തന്നെ എന്താണ്? സിദ്ദീഖ് എന്നാണ്. സത്യം പറയുന്ന ആൾ. റസൂലുള്ളാഹിയുടെ പേരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതാണ് ഉമ്മയും ബാപ്പയുടെ പേര്.
പിന്നെ നബിതങ്ങൾ മഹാനവറുകളുടെ സത്യസന്ധത കൊണ്ട് കൊടുത്ത പേരാണ് സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയുന്നു, നബിതങ്ങൾ ഉദ്ധരിക്കുന്ന ആ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇന്നൽ കദിബ ബാബും മിൻ അബ്വാബിൻ നിഫാഖി. മറ്റൊരു സംഭവം, കള്ളം പറയുക എന്നുള്ളത് കപടത്തരത്തിന്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടമാകുന്നു എന്ന് നബി തങ്ങൾ വിശദീകരിക്കുന്നു. കപടത്തരത്തിന്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടമാണ് കള്ളം പറയുക എന്നുള്ളത്. തീർന്നില്ല, ലാ യസാലുൽ അബ്ദു യക്ദിബു വയതഹറൽ കദിബ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ. ഒരു മനുഷ്യൻ കള്ളം പറയുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉടനീളം കള്ളം പറയുന്ന ഒരു ശൈലി ഒരു മനുഷ്യനുണ്ട് എങ്കിൽ നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ ഈ ഒരു മനുഷ്യനെ കദ്ദാബ്, കള്ളം പറയുന്നവൻ, കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളം പറഞ്ഞാൽ അവനെ കള്ളൻ എന്ന് അധികമായി, കദ്ദാബ് എന്ന് പറഞ്ഞാൽ അധികമായി കള്ളം പറയുന്ന ആളെന്നാണ്, പെരുങ്കള്ളൻ എന്ന് അള്ളാഹ് അവിടെ എഴുതി വെക്കും. അള്ളാഹ് എഴുതി വെക്കും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ കുറിച്ച് ഒരു കള്ളൻ എന്നുള്ള ഒരു പേര് വീണാൽ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ ഒരു മാധ്യമങ്ങളിലൂടെയോ ഒക്കെ നമ്മൾ കള്ളനാണ് എന്ന് വെച്ചാൽ അത് എത്ര നാണക്കേടാണ് നമുക്ക്. ഇത് അല്ലാഹു അവനെ അങ്ങനെ രേഖപ്പെടുത്തപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസുകളിലൂടെ പറയുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കള്ളം ഇങ്ങനെ ദൈനംദിനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ ഭക്ഷണത്തെ, അവന്റെ ഉപജീവന മാർഗത്തെ ഈ കള്ളം പറയൽ കുറച്ചു കൊണ്ടുവരും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ റിസ്ഖിനെ കുറക്കാൻ ഇത് കാരണമാവും. സഹോദരിമാര് ശ്രദ്ധിക്കണം, കളവ് പറയാന്നുള്ളത് ചില്ലറ കേസൊന്നുമല്ല. എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കള്ളം പറയാം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് കള്ളം പറയുന്നതിന്റെ അതിന്റെ ഭയാനകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചതായ ഒരു ഹദീസിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന തുജ്ജാറു ഹുമുൽ ഫുജ്ജാറു. കച്ചവടക്കാര് ശ്രദ്ധിക്കണം. ഇപ്പൊ നാസറു ഹാഷിമൊക്കെ അവിടെ ഉണ്ടല്ലോ. കച്ചവടക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് നബി തങ്ങൾ പറയാണ്, കച്ചവടക്കാര് നല്ലവണ്ണം ശ്രദ്ധിക്കണം, അവര് വഴികേടിലായി പോകും. അപ്പൊ ഇത് നബി തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, നഅം നബിയെ, കച്ചവടക്കാര് വഴികേടിലായി പോകുമെന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടം അല്ലാഹു ഹലാലാക്കി, പലിശ അല്ലാഹു ഹറാമാക്കി. അപ്പൊ അല്ലാഹു ഹലാലാക്കി ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് വഴികേടിലായി പോകുന്നത് എന്ന് സ്വഹാബി സംശയം ചോദിച്ചു. നഅം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ, അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലാകിന്നഹും യഹ്ലിഫൂന ഫയതുമൂന വയുഹദ്ദിഥൂന ഫയുകദിബൂന. ഇവിടെ വഴികേടിലായി പോകുന്ന കച്ചവടക്കാരാണ്? അവർ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി കള്ളസത്യം പറയും. ഇല്ലാത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഇതിന് ആ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിൽക്കുക. ഇങ്ങനെയുള്ള കച്ചവടക്കാരാണ് വഴികേടത്തിലാകുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെയും അല്ലാഹ് ഹലാലാക്കിയ ഒരു കാര്യം അത് ഒറ്റയടിക്ക് വഴികേടിന്റെ ഒരു വഴിയാകും. എപ്പോ? അത് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കള്ളത്തരം നീ ചെയ്യുമ്പോൾ അത് തിന്മയായി തീരും. എന്ന കച്ചവടത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കച്ചവടക്കാർ അല്ലാഹു തആല നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആ ഒരു ആളുകളാണെങ്കിൽ മഅസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, സിദ്ദീഖുകളോടൊപ്പവും സ്വാലിഹീങ്ങളോടൊപ്പം ആയിരിക്കും ബിസിനസ്സുകാർ പരലോകത്തുണ്ടാവുക. എങ്ങനെയുള്ള ബിസിനസ്സുകാര്? സത്യസന്ധമായിട്ടുള്ള ബിസിനസ്സുകാർ. അല്ലാഹു തആല അവരിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കച്ചവടക്കാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു കാര്യത്തിന് എപ്പോഴും അത് നല്ല രീതിയിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ദോഷഫലം ഉണ്ടാകും. എപ്പോഴും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണെങ്കിലും
കച്ചവടമാവട്ടെ ഇടപാടുകളാവട്ടെ അതിൽ കള്ളത്തരം വരുമ്പോൾ അതിലുള്ള ബറക്കത്ത് പോകുമെന്നും മാത്രമല്ല അവന്റെ ഉപജീവന മാർഗം താൽക്കാലിക ചിലപ്പോൾ ലാഭമുണ്ടായെങ്കിലും പിന്നീട് കുറച്ചു വരുമ്പോൾ അതിന്റെ ഭക്ഷണത്തെ അവന്റെ ഉപജീവന മാർഗത്തെ അത് കുറച്ചു കൊണ്ടുവരുമെന്നാണ്. തീർന്നില്ല, മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, സലാസത്തു നഫരിൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകളുണ്ട്, അന്ത്യദിനത്തിൽ അവരോട് അല്ലാഹു തആല സംസാരിക്കുകയില്ല, അവരെ മൈൻഡ് ചെയ്യുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുക പോലുമില്ല. ഈ ഹദീസൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരാൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ, കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഒരു പരിപാടിക്ക് പോയി, വിളിച്ചിട്ട് തന്നെയാ പോയത്, പക്ഷേ എന്നെ ആ വീട്ടുകാരൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, എപ്പോഴാ വന്നതെന്ന് ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു അത് സാരണ്ടാവില്ല, അത് അവരൊന്നും ഉദ്ദേശിച്ചല്ല, പക്ഷെ അങ്ങനെയല്ല ഉസ്താദെ, കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്, എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല എന്നോട് എന്തോ ഒരു അവജ്ഞ പോലെ, പറയാതെ ഞാൻ ചെന്ന പോലെ എനിക്ക് വല്ലാതെ അവർ ഫീൽ ചെയ്തു. ഞാൻ അതിൽ ഒരുപാട് സങ്കടപ്പെട്ടു, എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യ്, അള്ളാഹു ഒരു പരിഹാരം കണ്ടോളും. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ ആ വീട്ടുകാരൻ ഇവരെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ അന്ന് വേറൊരു മൂളിലായിരുന്നു, നിന്നോട് വേണ്ടതുപോലെ സംസാരിക്കാൻ പറ്റിയില്ല, നിനക്ക് അതുകൊണ്ട് വിഷമമായിട്ടുണ്ടെങ്കിൽ നീ എന്നോട് അത് പൊറുക്കണം എന്ന് അവർ വിളിച്ചു പറഞ്ഞു എന്നാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത് അതിനല്ല, ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ആ വീട്ടുകാരൻ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് തന്നെ നമുക്കത് വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. എന്നാൽ പരലോകമാകുന്ന ലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ നോട്ടവും പരിഗണനയും നമുക്കുണ്ടാവേണ്ട ആ ഒരു ഘട്ടങ്ങളിൽ അള്ളാഹു തആല മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ അത് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ള 3 വിഭാഗമുണ്ട്. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു തആല അവരിലേക്ക് നോക്കുക പോലുമില്ല. ആരൊക്കെയാണത്? മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. അൽ മന്നാനു ബിഅതിയതിഹി. ഒന്നാമത്, ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുക, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുക. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബങ്ങളിൽ, അയൽപക്കക്കാരില്, ഭർത്താവിനോട്, അനിയത്തിയോട് ഒക്കെ നമുക്ക് ദേഷ്യം വരുമ്പോ അധികവും പെണ്ണുങ്ങളിലായി സ്വഭാവം കണ്ടുവരുന്നത്, ദേഷ്യം വരുമ്പോഴേക്ക് ഞാൻ അവൾക്ക് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത്ര കാശ് കൊടുത്തിട്ടുണ്ട്, ആ ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് ആരുമില്ലാത്തപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് നമ്മൾ ചെയ്തു കൊടുത്ത സഹായങ്ങൾ വിളിച്ചു പറയുന്നവൻ പരലോകത്ത് അല്ലാഹു അവനെ മൈൻഡ് ചെയ്യാത്ത ഒരാളാകുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടുത്ത ഉപകാരങ്ങൾ വിളിച്ചു പറയുന്നവൻ. രണ്ടാമത്തതോ മുൻഫിഖു സിൽഅതിഹി ബിൽ ഹലിഫിൽ ഫാജിരി. കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കച്ചവടക്കാരൻ, കള്ളത്തരത്തിലൂടെ കള്ളം പറഞ്ഞുകൊണ്ട് വിറ്റഴിക്കുന്നതായ ഒരു ബിസിനസ്സുകാരൻ, അവനും ഇതേ രീതിയിലായിരിക്കും. മൂന്നാമത്തത് വൽ മുസ്ബിലു ഇസാറഹു. അഹങ്കാരത്തോടുകൂടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചടച്ച് നടക്കുന്നവൻ. അറിയാതെ താഴ്ന്നു പോകുന്നതല്ല, അത് കയറ്റി കൊടുത്താൽ അതിന്റെ ഡീസന്റിന് ഒരു കുറവാണ്, അതൊരു മോശമല്ലേ എന്നുള്ള നിലക്ക് അത് അറിയാമായിരുന്നിട്ടും ബോധപൂർവം അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴച്ച് നടക്കുന്നവൻ. ഈ രീതിയിലുള്ള 3 ആളുകൾ അല്ലാഹു തആല അവരെ സംസ്കരിക്കുകയില്ല, അവരിലേക്ക് നോക്കുകയില്ല, അവരോട് ഒരു നിലക്കുള്ള മൈനും പരലോകത്ത് ചെയ്യുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിലും രണ്ടാമത് പറഞ്ഞത് കള്ളസത്യം ചെയ്യുക എന്നുള്ളതാണ്, തിന്മയായിട്ട്. അതാണ് ഈ ഹദീസിന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹിമഹുല്ല ഈ ഒരു അധ്യായത്തിൽ നമുക്കത് കൊണ്ടുവന്നു തരാൻ കാരണം. ഇനി മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് അതിൽ വല്ല നുണയും കടത്തിക്കൂട്ടിയാൽ
അന്ത്യനാൾ വരെ അയാളുടെ ഹൃദയത്തിൽ അതൊരു കറുത്ത പുള്ളിയായി അതവിടെ നിലകൊള്ളും, അതവിടെ തന്നെ അവശേഷിക്കും. കള്ളം പറയാൻ വേണ്ടി അള്ളാഹിനെ കൂട്ടുപിടിക്കുക, അള്ളാഹുവിനെ തന്നെ സത്യം അങ്ങനെയാണ് എന്ന് പറയാം. ഏത് നുണക്ക് വേണ്ടി, സത്യത്തിനല്ല. നുണയായ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വല്ലാഹി സത്യം അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചില ഘട്ടങ്ങളിൽ പറഞ്ഞു. പക്ഷേ വല്ലാഹി എന്ന് പറയുന്നത് അള്ളാനെ സത്യം പിടിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതൊരു കറുത്ത പാടായി അന്ത്യനാൾ വരെ അത് അവശേഷിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി ബഹുമാനപ്പെട്ട നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ദർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്, സലാസത്തുൻ യുഹിബ്ബുഹുമുല്ലാഹ്, മൂന്നാളുകളെ അല്ലാഹു തആലാക്ക് വലിയ ഇഷ്ടമാണ്. 3 പേർ. അതാരൊക്കെയാണ്? ഒന്നാമത്തത് ഒരു പോരാളിയാണ്, ധർമ്മസമരം ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഒന്നുകിൽ അവൻ വധിക്കപ്പെടുക, അല്ലെങ്കിൽ അവൻ പോയ ആ ഒരു സൈന്യം വിജയിക്കുക. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ, ആ ഒരു ഉറച്ച മനസ്സോടുകൂടെ ശത്രുക്കളോട് പോരാടുന്ന ഒരു മനുഷ്യൻ, അവന് അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വിഭാഗമാരാ? ദുസ്വഭാവിയായ ഒരു അയൽവാസിയുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദ്രവം കാരണം അവിടെ നിന്ന് വീട് മാറി പോകുന്ന ഒരാൾ. ആ പോക്കിൽ അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ട്. ആ പോക്കിൽ ചിലപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയെന്നും വരാം. അയൽവാസിയുടെ ഉപദ്രവം കാരണം വീട് വിറ്റുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന മനുഷ്യൻ, അവനോടും അല്ലാഹു തആലാക്ക് വളരെ ഇഷ്ടമാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസികളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കണില്ല. അയൽവാസി ഒരു പക്ഷേ ദ്രോഹിക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ ക്ഷമിച്ചാൽ അതിന് കൂലിയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറ്റണില്ല. നല്ല നിലക്ക് ഉപദേശിച്ചു കൊടുത്തു, അയൽവാസിയോട് നല്ല കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കൊടുത്തു. അവനെ കൊണ്ട് നമ്മൾ പൊറുതി മുട്ടി. എന്നിട്ട് നമ്മൾ അവിടുന്ന് ആ വീടൊക്കെ മാറി വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ആ മനുഷ്യനെ അല്ലാഹു തആലാക്ക് ഇഷ്ടമാണ്. അദ്ദേഹം സഹിക്കുന്ന ആ ഒരു മാനസികമായിട്ടുള്ള പ്രയാസവും വേദനയും ഭൂമിയിൽ സഹിച്ചത് കൊണ്ട് പരലോകത്ത് അല്ലാഹു തആല അവരെ ഇഷ്ടപ്പെടുകയും അവന് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിരിക്കുകയാ. മൂന്നാമത്തത് നബി തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ യാത്ര പോയി, രണ്ടുപേര് യാത്ര പോയി, ഒരാൾ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുന്ന ആ സമയത്ത് അവന് കാവലെന്നോണം ഉറങ്ങാതെ റബ്ബിനെ ഓർത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ, റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ഉറക്കത്തെ ഉണർത്താത്ത രീതിയിൽ അവന്റെ അടുക്കലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യൻ, അവനെയും അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ 3 ആളുകളെ അല്ലാഹു തആലാക്ക് ഇഷ്ടമാണെങ്കിൽ 3 വിഭാഗം ആളുകളെ അല്ലാഹു തആലാക്ക് വളരെയേറെ വെറുപ്പായിട്ടുള്ള 3 ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തത് അത്താജിറു വബിൽ ബായിഉൽ ഹല്ലാഫ്, കള്ള സത്യം ചെയ്തുകൊണ്ട് ചരക്കുകൾ വിറ്റഴിക്കുന്നതായ ഒരു മനുഷ്യൻ. അതേപോലെ തന്നെ ഗുണങ്ങൾ എടുത്തു പറയുന്നതായ ഒരു പിശുക്കൻ. രണ്ടാമത്തത് അഹംഭാവിയായ അൽ ഫഖീറുൽ മുഖ്താൽ, അഹങ്കാരിയായിട്ടുള്ള ഒരു ഫഖീർ, പാവപ്പെട്ടവനാണ് പക്ഷേ വലിയ അഹങ്കാരിയാണ് അവൻ അല്ലാഹുവിന് വെറുപ്പാണ്. വൽ ബഖീലുൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്നതായ ഒരു ബഖീല്, പിശുക്കനായ ഒരാൾ. കാശുണ്ട് അവന്റെ അടുത്ത്, പിശുക്കനാണ്. അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരോടും പറഞ്ഞെടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ. ഹദീസ് നോക്കണം. പിശുക്കൻ എന്ന് പറഞ്ഞാൽ കാശുണ്ടായിട്ട് കൊടുക്കാത്ത ആൾക്കാണ് പിശുക്കൻ എന്ന് പറയുന്നത്. അപ്പൊ കാശുണ്ട് കൊടുക്കൂല, ഇനി അഥവാ കൊടുത്താലോ അത് ലോകം മുഴുവൻ അറിയുകയും ചെയ്യും. ഇങ്ങനത്തെ ആള് അല്ലാഹുവിന് വെറുപ്പാണ്. രണ്ടാമത്തത് കള്ളസത്യം ചെയ്യുന്ന ആള്. ഈ ഹദീസ് പറയാൻ വേണ്ടിയാണ് ഗസാലി ഇമാം ഇത്രയും വിശാലമായിട്ടുള്ള ഈ സംഭവം പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുളഹിക ബിഹിൽ ഖൗമ,
ആളുകൾ ചിരിക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയുന്നതായ ഒരു മനുഷ്യൻ, അവന് നാശം, അവന് നാശം, അവന് നാശം എന്ന് 3 പ്രാവശ്യം ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നത് നുണയാണെന്ന് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം. അങ്ങനെയുള്ള ആളുകൾക്ക് നാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. ഇനി നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, നബി തങ്ങൾ പറയാണ്, റഅയ്തുക അന്ന റജുലൻ ജാഅനി ഫഖാല ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ അവിടെ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരാളുടെ അടുത്തുകൂടെ ഞാൻ നടന്നുപോയി. എങ്ങനെയുള്ള ആളാണ്? അദ്ദേഹത്തെ അങ്ങനെ വെച്ചിട്ട് നല്ല ഈ ഇരുമ്പിനാലുള്ള ഒരു നല്ല ഒരു കൊളുത്തുള്ള ഒരു കൊക്ക, ചൂണ്ടൽ പോലെയുള്ള നല്ല വണ്ണമുള്ള അത് ആ മനുഷ്യന്റെ വലത് ഭാഗത്ത് ആദ്യം കൊണ്ടുവന്ന് വായിലേക്ക് അങ്ങോട്ട് കയറ്റി പിടിക്കും ആ കുളത്തിൽ. എന്നിട്ട് പിടിച്ച ആള് ഇദ്ദേഹത്തിന്റെ പുറകിലോട്ട് പോകും. എന്നിട്ട് നേരെ പുറകിലോട്ട് അത് വലിച്ച് ഈ മുൻഭാഗത്തുള്ള ചുണ്ടും അവിടെയുള്ള മാംസവും തൊലിയും ഒക്കെ പുറകോട്ട് പോകുന്ന രീതിയിൽ അത് വലിച്ചിങ്ങട്ടെടുക്കും. അത് കഴിഞ്ഞ് ഇടതുവശത്തും അതേ രീതിയിൽ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. വലതുവശമുള്ളത് വലിച്ച് ഇടതുവശത്തുള്ളത് തീരാറാകുമ്പോഴേക്ക് വലതുവശത്തുള്ളത് പൂർണ്ണാവസ്ഥയിലായിരിക്കും. വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വേദന കൊണ്ട് പുളയുന്ന ഈ ഒരു മനുഷ്യന്റെ അടുത്ത് കൂടെ ഞാൻ പോയി. ഞാൻ കൂടെയുള്ള ആളോട് ചോദിച്ചു. കൂടെയുള്ള ആള് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇവിടെ കൂടെയുള്ള ആള് എന്ന് മാത്രമേ ഈ സംഭവത്തിൽ പറയുന്നുള്ളൂ. ഞാൻ കൂടെയുള്ള ആളോട് ചോദിച്ചു, ഇതാരാണ്? ഈ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്ന ആൾ ആരാണ്? ഇദ്ദേഹം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, എന്നോട് പറഞ്ഞു തരികയാണ്, ഹാദാ റജുലുൻ കദ്ദാബ് യുഅദ്ദിബു ഫീ ഖബരിഹി ഇലാ യൗമിൽ ഖിയാമ. ഇദ്ദേഹം കള്ളം പറയുന്ന ഒരു മനുഷ്യനാണ്. കള്ളം പറയുന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ അന്ത്യദിനം വരെ അവന്റെ ഖബറിൽ ഇതേപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുക്തിവാദികൾ ഈ ഹദീസിനെ മോശമാക്കിയ ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഖബറിൽ അങ്ങനെ ഖിയാമത്ത് നാൾ വരെ എങ്ങനെ മോശമാക്കുന്നത്? ഈ മനുഷ്യൻ ഖബറിൽ കിടന്നു കഴിഞ്ഞാൽ അവൻ മണ്ണിനോട് ലയിച്ചു പോകൂലേ? പിന്നെ എങ്ങനെ ശിക്ഷിക്കാനാണ്? ആരറിയാനാണ്? മരണപ്പെട്ടു പോയ മനുഷ്യൻ എങ്ങനെ അറിയാനാണ്? മയ്യത്ത് കൊണ്ടുപോകുമ്പോ നല്ല ഒരു മനുഷ്യനാണെങ്കിൽ എന്നെ വേഗം കൊണ്ടുപോകൂ എന്നും, ചീത്ത മയ്യത്താണെങ്കിൽ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് വിലപിക്കുമെന്നും, മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ആ ശബ്ദം കേൾക്കുമെന്നും ഒക്കെയുള്ള ഹദീസും വിമർശിച്ചുകൊണ്ട് ഒരു യുക്തിവാദി പറയുന്നത് ഞാൻ കേട്ടു. പറ്റപ്പോയത്തരം എന്നാണ് അവർ പറയുന്നത്. ഇതെങ്ങനെയാണ് യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ കഴിയുക എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഹദീസിനെ പരിഹസിക്കുന്നു. നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ അതിനൊക്കെ മറുപടിയുണ്ട്. ഉറക്കിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, നബി തങ്ങൾ പഠിപ്പിച്ചത്, അന്നൗമു അഖുൽ മൗതി, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം. ഈ ഉറക്കത്തിൽ നമ്മൾ പല സ്വപ്നങ്ങളും കാണാറുണ്ട്. ഈ സ്വപ്നങ്ങൾ തന്നെ ഈ രീതിയിലുള്ളതായ ചില വിശ്വാസങ്ങളെ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി തന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു. ഒരു സ്വപ്നം കാണുമ്പോൾ നമ്മൾ ശരിക്കും പേടിക്കുന്നുണ്ട്. ചില പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണുമ്പോൾ പേടിക്കാന്ന് മാത്രമല്ല, നമ്മളെ നിലവിളിക്കും, ശരീരമാസകലം വിയർക്കും. പെട്ടെന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമിടിപ്പ് പോലും ആ സമയത്ത് പെടപെടാ നടിക്കുന്നുണ്ടാവും. നമ്മളെ ചാരി കിടക്കുന്ന നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ കണ്ട് ഭയാനകമായ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ശരിക്കും പേടിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ കിടക്കുകയാണ്, ഒപ്പരിക്കുന്ന ആൾക്ക് പോലും അതൊന്നും കാണാൻ കഴിയില്ല. ഇത് നമ്മുടെയൊക്കെ നഗ്നമായിട്ടുള്ള ഒരു സത്യമല്ലേ? ഖബർ ശിക്ഷ ഈ രീതിയിലായിരിക്കും, ബാക്കിയുള്ളത് മറ്റുള്ള ശരീരത്തോടുകൂടെയായിരിക്കും എന്ന് പറഞ്ഞതായ മഹാന്മാരുമുണ്ട്. ഖബർ ശിക്ഷയും മരണശേഷമുള്ളതായ ആ സാഹചര്യവും സന്ദർഭവും ഒക്കെ ഈ രീതിയിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇനി സുഖങ്ങളും അങ്ങനെ തന്നെയല്ലേ?
ഇപ്പൊ നമുക്കൊക്കെ പ്രായപൂർത്തിയായ പുരുഷന്മാർക്കൊക്കെ അറിയാം, ഭാര്യമാരോടൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നത് ചിലപ്പോൾ സ്വപ്നം കാണുന്നത് മാത്രമല്ല, ആ സ്വപ്നത്തിൽ അവനിക്ക് ശുക്ലസ്രവം സംഭവിക്കും. അതിന്റെ രസങ്ങളും സുഖങ്ങളും ഒക്കെ അവൻ അനുഭവിക്കും. അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, സത്യങ്ങളാണ്. ശിക്ഷകളാണെങ്കിലും അതേപോലെ സുഖങ്ങളാണെങ്കിലും എരുത്തിരിക്കുന്ന ആള് കണ്ടോളണം, അറിഞ്ഞോളണം എന്നൊന്നില്ല. അള്ളാഹുവിന്റെ ലോകം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകമാണ്. ഖബറിലാണെങ്കിലും മരണശേഷമാണെങ്കിലും ഈ രീതിയിലുള്ളതായ ശിക്ഷകളൊക്കെ ഉണ്ടാകും. അപ്പൊ കള്ളം പറയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഖിയാമത്ത് നാൾ വരെ അവന്റെ ഖബറിൽ, അവന്റെ ചെറിയിൽ, അവന്റെ വായയിൽ ഒരു കൊളുത്തിട്ടുകൊണ്ട് വലിക്കുന്ന ഒരു രംഗം, ഇതേ രീതിയിൽ അവൻ അന്ത്യദിനത്തിനെ വരെ നിന്നുകൊണ്ടിരിക്കുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ഖബർ തുറന്നു നോക്കുമ്പോ നമ്മൾ കാണൂല, പക്ഷേ അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കൂടെ ഉറങ്ങുന്ന ആള് ഭയാനകമായ സ്വപ്നം കണ്ട് നിലവിളിക്കുമ്പോ അതൊന്നും നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല. അയാൾ വിയർക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എങ്കിൽ ജനങ്ങളെ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹുവും അവന്റെ ഹബീബും എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ അതേപോലെ നമ്മൾ വിശ്വസിക്കുക. നമുക്കൊക്കെ വരാനുള്ള ഒരു ലോകമാണ്. കള്ളം പറഞ്ഞുകൊണ്ടാണെങ്കിൽ അവനുള്ള ശിക്ഷ ഇങ്ങനെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നബി തങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്, നബി തങ്ങളുടെ ഒരു ദുആയാണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ഫയഖൂലു ഫീ ദുആഇഹി. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാൻ പറയുന്നു, നബി തങ്ങളുടെ ദുആയിൽ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി. കപടത്തരത്തിൽ നിന്ന് അല്ലാഹു എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണമേ. ജനങ്ങളോടൊന്ന് പറയുക, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്, മനസ്സിന്റെ ഉള്ളിൽ തന്നെ മറ്റൊന്ന് മറച്ചു വെച്ചുകൊണ്ട് പുറമേ ചിരിച്ചു കാണിക്കുക. ഇങ്ങനെയുള്ള കാപട്യത്തിൽ നിന്ന്, കാപട്യത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. അതിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ, ശുദ്ധിയാക്കണേ അല്ലാ. അതേപോലെ തന്നെ സിനയിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് എന്റെ ഗുഹ്യ ഭാഗത്തെ കാക്കണേ അല്ലാ. നബി തങ്ങളുടെ ദുആയാണ്. അതേപോലെ വലിസാനി മിനൽ കദിബി, കള്ളം പറയുന്നതിൽ നിന്ന് എന്റെ നാവിനെയും നീ സംരക്ഷിക്കണേ അല്ലാ, നീ ശുദ്ധിയാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിരുന്ന ഒരു ദുആയാണ് ഇത്. ഇനി വേറൊരു ഹദീസും കൂടെ, ഞാൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ഹദീസുകളാണ്. ഈ വിഷയത്തിൽ എത്ര ഗൗരവമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഹദീസുകളെല്ലാം വായിച്ചു പോകുന്നത്. അതേപോലെ നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിലുണ്ട്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഹദീസിന്റെ വേറൊരു രൂപം, 3 വിഭാഗം ആളുകളോട് അല്ലാഹു സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കൂല. വലാ യുസക്കീഹിം, അവർക്ക് ഒരു നിലക്കുള്ള സംസ്കരണവും കൊടുക്കില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് കടുത്തതായ ശിക്ഷയുമുണ്ട്. ഒന്നാമത്തത് ശൈഖുൻ സാനിൻ, പ്രായമായിട്ടും വ്യഭിചാരം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, വൃദ്ധനാണ്, ഇപ്പോഴും അദ്ദേഹം വ്യഭിചരിക്കും. അങ്ങനെയുള്ള ഒരാൾ. വമലികുൻ കദ്ദാബ്, കള്ളം പറയുന്ന ഒരു ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറയുമ്പോൾ രാജാവിനെ തന്നെ കാണണ്ട, അതൊരു മുഖ്യമന്ത്രിയാവാം, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ MP-യോ MLA-യോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ, എത്ര ഉയർന്ന സ്ഥാനങ്ങളിലുള്ള ഭൗതികമായ ഭരണാധികാരിയാണെങ്കിലും, നമ്മുടെ വീടിന്റെ ഭരണ ചുമതലയുള്ളവരാണെങ്കിലും, ഒരു ജമാഅത്തിന്റെ ഭരണപാഠവും ഉള്ളവരാണെങ്കിലും, ആരെല്ലാം ഉണ്ടോ, നമുക്കൊരു നേതൃത്വ സ്ഥാനമുണ്ട്. നമ്മളെ കീഴിലായി നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സ്ഥാനം നമുക്ക് അല്ലാഹു ഭൂമിയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മലിക്ക
മലിക്കാണ്, അധികാരമുള്ളവനാണ്. അവൻ തന്റെ പ്രജകളോട്, തന്റെ അനുയായികളോട് കള്ളം പറയുന്നുവെങ്കിൽ അവനും പരലോകത്ത് അല്ലാഹു മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യയോട് കള്ളം പറയാൻ പാടില്ല, മക്കളോട് കള്ളം പറയാൻ പാടില്ല. ഒരു ഭർത്താവ് ഒരു വീടിന്റെ ഗൃഹനാഥനാണ്, മലിക്കാണ്, അധികാരിയാണ്. ആ ഗൃഹനാഥൻ ഭാര്യയോടോ മക്കളോടോ കുടുംബാംഗങ്ങളോടോ കള്ളത്തരം ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ലെന്ന് മാത്രമല്ല കള്ളത്തരം ചെയ്യാനും പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യ നേരെ തിരിച്ചു. വആഇലുൻ മുസ്തക്ബിറുൻ, മൂന്നാമത്തത് അഹന്ത കാണിക്കുന്ന ഒരു ദരിദ്രൻ. ഇത് രണ്ടും നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ സംഭവം. ഈ ഹദീസിൽ ദാരിദ്ര്യമുണ്ട്, പക്ഷേ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അവനെയും അല്ലാഹു തആല മൈൻഡ് ചെയ്യുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. ഇനി ഒരു ഹദീസ് ഇതൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഉമ്മമാരോട് ഞാൻ പറയാം. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈതിനാ, ഒരിക്കൽ നബി തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഈ സ്വഹാബി പറയാണ്, വ അന സ്വബിയ്യുൻ സ്വഗീറുൻ, ഞാൻ ചെറിയ ഒരു കുട്ടിയായി. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, യാ അബ്ദുല്ലാ, മോനെ അബ്ദുള്ള, ഇങ്ങോട്ട് വാ, നിനക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ വന്നാൽ നിനക്ക് ഞാനൊരു സാധനം തരാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുട്ടികളോട് പറയല്ലോ, ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ നിനക്ക് ഞാനൊരു സാധനം തരാം എന്ന് കുട്ടികളോട് പറയും. ഇതേ രീതിയിൽ ഈ കുട്ടിയോട് ഉമ്മ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ആ മോൻ വന്നപ്പോൾ എന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ഈ മോന് എന്തോ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കൊടുത്തോ എന്ന് ഉമ്മയോട് ചോദിച്ചു. അപ്പൊ കാലത്ത് ഉമ്മ പറഞ്ഞു, അതെ, ഞാൻ എന്റെ മോന് ഒരു കാരക്ക കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, അറിയുക, നീ മനസ്സിലാക്കുക, നീ ഒന്നും അവന് കൊടുത്തില്ല. അവൻ അടുത്തേക്ക് വരാൻ വേണ്ടി ഒരു കള്ളമാണ് നീ പറഞ്ഞത് എങ്കിൽ അതൊരു നുണയായി രേഖപ്പെടുത്തപ്പെടും. പരലോകത്ത് അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാര് ശ്രദ്ധിക്കണം, നമുക്ക് വീട്ടിലൊക്കെ പറ്റുന്ന നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല, തമാശയായിട്ട് വിടലാണ്. നീ പരീക്ഷയ്ക്ക് ജയിച്ചാൽ ഇന്നത് ഞാൻ മേടിച്ചു തരാം, നീ അങ്ങോട്ട് പോവാതിരുന്നാ ഇന്നത് ഞാൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചില ഓഫറുകൾ കൊടുത്തിട്ട് ആ ഓഫർ പാലിക്കാതിരിക്കുക. ഇന്നത് ചെയ്താൽ തരാം എന്ന് പറയാ. നമ്മൾ പള്ളിക്കും അതേപോലുള്ള പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ ഉസ്താദ്മാര് ഇങ്ങനെ പറയുമ്പോ സ്വതക്കുകളെ കുറിച്ചൊക്കെ ഉള്ളത് ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ ഓഫർ ചെയ്തു പോകും. പിന്നെ അത് കഴിയുമ്പോ പിന്നെ നമ്മുടെ മനസ്സൊക്കെ തോന്നാണ്, അത്ര കൊടുക്കേണ്ടിയിരുന്നോ. പിന്നെ കുറച്ച് നമ്മളിങ്ങനെ ഒഴിവ് കഴിവ് പറയാൻ അത് പറ്റൂല. ഏറ്റെടുത്ത് നമ്മൾ കൊടുത്തോളണം. അത് കരാറും ചെയ്താൽ അത് പാലിക്കുന്ന വിഷയത്തിലും അത് പെട്ടതാണ്. നമ്മൾ പറഞ്ഞതായ വാഗ്ദാനം നുണയാവാതിരിക്കാനും അത് ബാധ്യതയാണ്. ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് പോലും ചെറിയ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണ്. ഒറ്റ ഹദീസും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നബി തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, യാ റസൂൽ, നബി തങ്ങൾ ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിരി, വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വഹാബികളോട് ചോദിക്കുകയാണ്. സ്വഹാബികൾ പറഞ്ഞു, നബിയെ പറഞ്ഞു തന്നാലും. ഒന്ന് അൽ ഇശ്റാകു ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിനോട് ഒരു വസ്തുവിനെ പങ്കു ചേർക്കുക. രണ്ടാമത്തത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക. സുമ്മ ഖഅദ, ഇത് രണ്ടും പറഞ്ഞ ശേഷം നബി തങ്ങൾ ഒന്ന് അവിടെ ഇരുന്നു.
ഇത് നിന്നുകൊണ്ടായിരുന്നു നബി തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നബി തങ്ങൾ ഒന്ന് നേരെ ഇരിക്കുകയാണ്, ഒന്ന് സ്റ്റഡിയായിട്ട് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അലാ വ ഖൗലുസ്സൂർ, അലാ വ ഖൗലുസ്സൂർ, കള്ളം പറയുക, കള്ളസത്യം ചെയ്യുക, കള്ളസാക്ഷി പറയുക, ഇതും വൻ പാപങ്ങളിൽ പെട്ടത് തന്നെ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളം പറയുക, കള്ളത്തരം ചെയ്യുക എന്നുള്ളത് വളരെ ഭയാനകമാണ് എന്നതാണ് ഈ ഹദീസുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇനിയും ഒരുപാട് ഹദീസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ പറയേണ്ട ഭാഗമുണ്ട്, അത് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമുക്ക് കള്ളം പറയാം, നുണ പറയൽ അനുവദനീയമായ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ പേജുകളോളം ആ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. ചില കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ചില സത്യങ്ങൾ പറഞ്ഞാൽ, പറയാതിരുന്നാൽ, ചിലപ്പോൾ നുണ പറയുന്നത് കൊണ്ട് വലിയ ഒരു സംഘട്ടനം ഒഴിവാകുമെങ്കിൽ, വലിയ ഒരു പ്രയാസം നീങ്ങിപ്പോകുമെങ്കിൽ, അത്തരം ചില ഘട്ടങ്ങളിലൊക്കെ ആർക്കും ഉപദ്രവമല്ലാത്ത രീതിയിലുള്ള ചില കള്ളങ്ങളൊക്കെ ആവാം. അത് ഏത് സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ എന്നതിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഒരുപാട് നേരം പറയുമ്പോൾ ആർക്കും ഒരു ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിൽ 40-45 മിനിറ്റിൽ ഒതുക്കി. അതിന്റെ ശേഷം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പോലെ ഒരു ഹിക്കായത്ത് മൗലിദ് ഓതി ദുആ ചെയ്യാം. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മാഹിന്റെ ഉമ്മ, അവരൊക്കെ മുടങ്ങാതെ നമ്മുടെ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. മുടങ്ങാതെ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. അതേപോലെ വീടുകളിലൊക്കെ മറ്റൊരു സഹോദരി എന്നെ വിളിച്ചു, ഉസ്താദേ വീണ് കാലിന് നടക്കാൻ പറ്റാത്ത പ്രയാസമാണ്, ക്ലാസ്സിനൊന്നും വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരൊക്കെ നിനക്കറിയാം, അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അവർക്കൊക്കെ നീ പ്രദാനം നൽകണേ റഹ്മാനെ. അവർക്കൊക്കെ ദുആ ചെയ്യുന്നത് കൊണ്ട് അത്തരത്തിലുള്ളതായ പ്രയാസങ്ങളും വിഷമങ്ങളും ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് നീ തട്ടി മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. فقلت له من هؤلاء قال زوجتي وابنتي قال فدخلتا وهما تقولان لا إله إلا الله محمد رسول الله فقال لهما كيف إيمانكما قالتا رأيناه كما رأيت رأي عين وإن كان وعدك بقصر فقد وعدنا بقصرين قال فمات الرجل في الوقت وفي الغد ماتت ابنته وفي اليوم الثالث ماتت زوجته رحمهم الله تعالى ورحمنا معهم الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد يا ربي
منجي الخلائق من جهنم في غدي جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي آياته والمعجزات كثيرة شهدت بصحتها عقول الحسد بصل على النبي محمد منجي الخلائق من جهنم في غدي البدر شق بأمره والشمس إذ غربت له ردت بغير تردد يا رب محمد منجي الخلائق من جهنم في غدي والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهدي يا رب على النبي محمد منجي الخلائق من جهنم في غدي ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي يا رب نبي محمد منجي الخلائق من جهنم في غدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد يا رب منجي الخلائق من جهنم في غدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا رب لعلى النبي محمد منجي الخلائق من جهنم في غدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا رب على النبي محمد منجي الخلائق من جهنم في غدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا رب للنبي محمد منجي الخلائق من جهنم في غدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي يا رب لعلى النبي محمد منجي الخلائق من جهنم في غدي فعليك منا كل وقت دائما أزكى الصلاة مع السلام السرمدي يا رب لعلى النبي محمد منجي الخلائق من جهنم في غدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي صلاة وتسليم وأزكى تحيتي على المصطفى صلوا
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രത്യേകമായി ഇന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് മധുര പലഹാരം തന്നിട്ടുള്ളത് നമ്മുടെ പള്ളിയുടെ പടിഞ്ഞാറ് സൈഡ് താമസിച്ചിരുന്ന ആ കണ്ണൂരിലെ ഹാജി അബ്ദുള്ള ഹാജി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെയൊക്കെ 3-ാം നില പണിതപ്പോൾ അതിന് ചുറ്റുഭാഗത്തുള്ള എല്ലാ കട്ടകളും ഒക്കെ തന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് കച്ചവടം കൊണ്ട് സമ്പത്തുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പരലോകത്തേക്കുള്ളത് ഈ ഒരു കട്ട നമ്മുടെ പള്ളിയിൽ നിൽക്കുന്ന കാലത്തോളം അതവിടെ ഉണ്ടാവും. അല്ലാഹു തആല അത് കബൂലാക്കുമാറാവട്ടെ. അതേപോലെ മക്കൾ ചെയ്യുന്നതായ ദാനധർമ്മം, ഇപ്പൊ മക്കള് നമ്മുടെ ഈ പരിപാടിയിലേക്ക് പലഹാരങ്ങൾ ആ ഉപ്പാക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ തോന്നുന്ന അങ്ങനെ ചെയ്യുന്ന മക്കളും അത് വലിയൊരു തൗഫീഖാണ്. അല്ലാഹു തആല അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സ്ഥലം അവിടെ മേടിച്ചിരുന്ന ആളുകൾ നമ്മുടെ കിഴക്കേ സൈഡിൽ നമ്മുടെ സുബൈർ ഹാജിയുടെ കുടുംബം തന്നത്, ഇപ്പൊ നമ്മുടെ പള്ളിയുടെ പടിഞ്ഞാറ് സൈഡ് സ്ഥലത്ത് ഈ ഡ്രസ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കളെ ഉദ്ദേശിച്ചാണ്. നാസറും കുടുംബമൊക്കെ ഇതൊക്കെ വലിയൊരു തൗഫീഖാണ്. നമ്മൾ കാശുണ്ടായിട്ടും കാര്യമില്ല, അത് കൊടുക്കാൻ ഒരു മനസ്സ് തോന്നുമല്ലോ. അപ്പൊ ഉമ്മാക്കും ബാപ്പാക്കും നമ്മുടെയൊക്കെ പരലോകത്തിനൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള ജാരിയായ സ്വതക്കുകൾ ചെയ്യുക. അല്ലാഹു തആല അതൊക്കെ കബൂലാക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ഈ പറയപ്പെട്ട എല്ലാവരുടെയും ബർസഖിയായ ലോകത്തേക്ക് ഒരു ജാരിയായ സ്വതക്കയായി അല്ലാഹു തആല അതെത്തിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പറഞ്ഞതിനെയും കേട്ടതിനെയും ഞങ്ങൾ ഓതിയ മൗലിദിനെയും സ്വലാത്തുകളെയും നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇതിന്റെയൊക്കെ പ്രതിഫലം ഇതിന്റെയൊക്കെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് ആഖിറം ഞങ്ങളുടേത് നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനേ. ദുനിയാവിൽ നിങ്ങൾ പല ആളുകളും ഞങ്ങളെ സഹകരിക്കാനും ഞങ്ങളോട് മിണ്ടാനും പറയാനും ഒക്കെ എല്ലാ കാര്യത്തിലും ദുനിയാവിൽ ആളുകളുണ്ട്. ആഖിറത്തിൽ ആരുമില്ലാത്ത നിന്റെ ആ ഒരു കർമ്മം നോട്ടം മാത്രമുള്ള പരലോകത്ത് ഉപകാരമുള്ള ഒരു സൽക്കർമ്മമായി ഞങ്ങൾ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലും ചൊല്ലലും നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ബർസഖിയായ ലോകം വിജയിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമായി ഈ ക്ലാസ്സിൽ വന്നതും കേട്ടതും പറഞ്ഞതും ഒക്കെ നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ, ക്ലാസ്സിലേക്ക് മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന സഹോദര സഹോദരിമാർ അല്ലാത്തവരുമൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനേ. നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. പ്രത്യേകിച്ച് മുടങ്ങാതെ ക്ലാസ്സിൽ വന്നിരുന്ന 2 സഹോദരിമാർ പ്രയാസത്തിലാണെന്ന് പറഞ്ഞ് ഇന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. റബ്ബേ, നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. അവരുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ നീ ദൂരീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, യാതനകൾ സഹിച്ച് ക്ലാസ്സിൽ വന്ന ഒരുപാട് ഉമ്മമാരുപ്പമാരുണ്ട്. അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ, അല്ലാഹുവേ, പല പള്ളിക്കാടുകളിലാണ്. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. നീ അഫ്വ് ചെയ്യണേ റഹ്മാനേ. നീ അഫ്വ് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, അവരെയും
ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഒരു കാര്യം, ഇപ്പോൾ ഈ ആഴ്ച മുതൽ ചിലപ്പോൾ പള്ളിപ്പടി ആണ്ടുമായി ബന്ധപ്പെട്ട് അവിടെ പരിപാടിയായിരിക്കും. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചക്ക് അവിടെ വാഴുന്നുണ്ട്. നമ്മളിപ്പോൾ നോട്ടീസിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വാഴുമ്പോൾ നമ്മളൊരു ക്ലാസ് വെക്കണ്ട. ഇവിടെ വരുന്ന ആളുകളും അവിടെ കൂടേണ്ട ആളുകൾ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവുകയില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞ് പിന്നെയുള്ള വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതുമാണ്. എല്ലാ ആളുകളും അതിലെത്തിപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.